പിറ്റേ ദിവസം രാവിലെ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. വാതിൽക്കല് ഒരു കൊട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഹോയങ് ആയിരിക്കുമെന്നൊക്കെ വിചാരിച്ച് വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഹോജു വാതിലൊക്കെ തുറക്കുമ്പോഴത്തേക്കും മുമ്പിൽ നിന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത് ഹോയങ്ങിന്റെ അമ്മയായിരുന്നു. നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നാണ് ഇതേന്നൊക്കെ പറഞ്ഞ് ഒരു കവറ് അവളുടെ അടുത്തേക്ക് കൊടുക്കുകയാണ് അമ്മയും. അവളും അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തുറന്നു നോക്കിയിട്ട് തീരുമാനിക്കോ എന്നൊക്കെ പറഞ്ഞ് പതി അതും തുറന്നൊക്കെ നോക്കുന്നു. ഇനി ഹോയിങ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴത്തേക്കും അമ്മയും പോകുവാനായിട്ട് സാധനങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഹെഡ് ഓഫീസിലേക്ക് നമ്മളിൽ ഒരാൾ എത്രയും വേഗം തിരിച്ചു ചെല്ലണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ എന്തായാലും ഇപ്പോൾ വരികയില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ പോവുകയാണെന്നൊക്കെയാണ് അമ്മയും പറയുന്നത്. ഞാൻ നിന്നെയും കൂട്ടി യുഎസിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത് നിന്റെ അച്ഛൻ കാരണം മാത്രം ആയിരുന്നില്ല, മറിച്ച് നമ്മുടെ രണ്ടുപേരുടെയും ഉള്ളിലുള്ള കഴിവിനെ കുറിച്ച് നന്നായി തന്നെ അറിയാവുന്നത് കൊണ്ടായിരുന്നു. നിന്റെ ലൈഫില് ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നീ അതിന് കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് തന്നെ ആയിരുന്നു കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കതിലൊന്നും തന്നെ ഇടപെടേണ്ട യാതൊരു കാര്യവും വന്നിട്ടില്ല. ഇപ്പോഴാകട്ടെ ഞാൻ എന്റെ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നീയും എനിക്ക് റെസിഗ്നേഷൻ ലെറ്റർ ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നെങ്കിലും ഞാനത് സ്വീകരിച്ചിട്ടില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നീ ഒരു ബിസിനസ് ട്രിപ്പിലാണെന്നുള്ള രീതിക്കാണ് ഞാനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയത്. നീയും കമ്പനിക്ക് അകത്തുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തുവാനായിട്ട് പ്ലാൻ ചെയ്യുന്നില്ലേ? അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നിനക്കെതിരായിട്ട് ഞാൻ കേസ് കൊടുക്കുന്നതോടുകൂടി തന്നെ നിനക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റും ലഭിക്കുകയില്ല. നിനക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുമെന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട. അതേസമയം നിനക്ക് ഞാനൊരു 10 ദിവസത്തെ സമയം കൂടി തരാം. ആ സമയത്തിനുള്ളിൽ തിരിച്ച് എന്റെ അടുത്തേക്ക് മടങ്ങി വാ എന്നൊക്കെ ആയിരുന്നു അമ്മയ്ക്കും പറയുവാനായിട്ടുണ്ടായിരുന്നത്. അതായത് ഒന്നെങ്കിൽ അമ്മയോടൊപ്പം കമ്പനിയിൽ നിൽക്കണം, അല്ലാതെ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തുവാനായിട്ടാണ് അവന്റെ പദ്ധതിയെങ്കിൽ അതൊരിക്കലും നടക്കുകയില്ല എന്നാണ് അമ്മ ഉദ്ദേശിക്കുന്നതും. ഇനി ഹോഞ്ചുനെ കാണിക്കുമ്പോഴത്തേക്കും മഞ്ഞൊക്കെ ആയിട്ട് കൂടി ഹോഞ്ചുവും വഴിയിലൂടെ നടക്കുകയാണ്. ഈ ഒരു സമയത്ത് ഹോഞ്ചു പല പല ഇടത്തൂടെയൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലങ്ങളെല്ലാം തന്നെ ഇതിനു മുമ്പ് ഹോയിങ്ങിന്റെ ഒപ്പം ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അമ്മയും ഹോഞ്ചുനായിട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നത് ഒരു കാർഡായിരുന്നു. കാർഡിൽ നിന്നും എത്ര തുക വേണമെങ്കിലും നിനക്ക് എടുക്കാമെന്നും അമ്മ പറയുന്നു. പക്ഷെ അമ്മ ഉദ്ദേശിക്കുന്നത് മറ്റൊരു രീതിക്കാണ്. അതായത് അമ്മ യുഎസിലേക്ക് ഇപ്പോഴേ മടങ്ങി പോവുകയാണ്. ഹോയിങ്ങിനെ കൂട്ടിക്കൊണ്ട് നീ പതിയെ അങ്ങ് വന്നാൽ മതി. പക്ഷെ ഈ ഒരു സമയത്ത് പാക്കൊന്നും ചെയ്യുവാനായിട്ട് അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ. സോ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കുവാനുള്ള തുക ഇതിൽ നിന്നും എടുത്തോ എന്നൊക്കെ ആയിരുന്നു അമ്മയും പറയുന്നത്. എന്റെ മകന് നിന്നെ വേണമെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നീയും കൂടി യുഎസിലേക്ക് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതേസമയം നീ വരാതെ ഇവിടെ തന്നെ നിൽക്കുവാനായിട്ടാണ് തയ്യാറെങ്കിൽ അതിനർത്ഥം എന്റെ മകനെ നീ അത്രയ്ക്ക് സീരിയസ് ആയിട്ട് സ്നേഹിക്കുന്നില്ല എന്നതാണെന്നൊക്കെ പറഞ്ഞ് അമ്മയും പോകുന്നുണ്ട്. സോ ഹോഞ്ചുവും യുഎസിലേക്ക് പോകണോ അതോ ഇവിടെ തന്നെ നിൽക്കണോ എന്നൊരു ആശയക്കുഴപ്പത്തിലേക്കാണ്. അങ്ങനെ ഹോഞ്ചു ആലോചിച്ച് നടന്നൊക്കെ വരുമ്പോഴത്തേക്കും ആയിരുന്നു ഹൈജിയുടെ അച്ഛനെ വഴിയിൽ വെച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഹൈജിയുടെ അച്ഛനെ കൂട്ടിക്കൊണ്ട് അവളും ഷോപ്പിങ്ങിനൊക്കെ പോകുന്നു. എന്തായാലും ഇത്തവണ അമ്മയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്ന കാർഡ് വെച്ചിട്ടാണ് പണമൊക്കെ അവൾ അടയ്ക്കുന്നതും. അങ്ങനെ ഇരിക്കെ അച്ഛന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ് അവളും. അവൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണെന്നും അവൻ അവളെയും ഒരുപാട് ഇഷ്ടമാണ് എന്നും, അതുപോലെ തന്നെ ഇതുവരെയായിട്ടും വിദേശത്തുള്ള ഒരു രാജ്യത്തും അവള് പോയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ വിദേശത്തുള്ള രാജ്യത്തിലേക്കൊക്കെ പോകുവാനായിട്ടുള്ള ഒരു അവസരമായിട്ടൊക്കെ ഇതിനെ കണ്ടൂടെ എന്നുമൊക്കെയാണ് അവളും ചോദിക്കുന്നത്. എന്തായാലും നീ ഒന്ന് പോയൊക്കെ നോക്ക്. അവിടെ ചെന്നിട്ട് ഒന്ന് സെറ്റ് ആവാതെയൊക്കെ വരികയാണെങ്കിൽ തിരിച്ചിങ്ങ് വന്നാലും മതിയല്ലോ എന്നൊക്കെ അച്ഛൻ പറയുമ്പോഴത്തേക്കും അവളും അതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ പറഞ്ഞ ഒരു കാര്യവും നീ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനായിട്ടൊരു തീരുമാനമൊന്നും നിന്നോട് പറയുന്നില്ല. നീ തന്നെ ആലോചിച്ചൊരു തീരുമാനമൊക്കെ കണ്ടെത്ത്. അതായത് നീ ഇന്നേ വരെ എടുത്ത തീരുമാനങ്ങളൊന്നും തന്നെ തെറ്റിയിട്ടൊന്നുമില്ല. മാത്രമല്ല നിന്റെ ടീച്ചർ എന്ന നിലയ്ക്ക് എനിക്ക് നിന്നെക്കുറിച്ചോർത്ത് ഒരുപാട് അഭിമാനമൊക്കെ ഉണ്ട്. എന്തായാലും നീ ആരാണ് ലവ് ചെയ്യുന്നതെന്നൊരു ചോദ്യമൊക്കെ അച്ഛൻ ഏറ്റവും ഒടുവിലത്തേക്കൊക്കെ അവളുടെ അടുത്തും ചോദിക്കുകയാണ്. അവളാകട്ടെ അച്ഛൻ ഓർമ്മയുണ്ടോ എന്നൊന്നും എനിക്ക് അറിയിക്കയില്ല. എന്നാലും അവൻ നമ്മുടെ സ്കൂളിലൊക്കെ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവന്റെ പേര് ഹോയങ് എന്നാണെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അച്ഛനും ആകെ ഞെട്ടിപ്പോകുന്നു. എന്റെ ഫേവറേറ്റ് സ്റ്റുഡന്റ് ആയിട്ടുള്ള ഹോയിങ്ങിനെ കുറിച്ചാണ് നീ ഈ സംസാരിക്കുന്നത്. അവൻ എന്താണ് നാട്ടിൽ വന്നത്? അവൻ വന്നിട്ട് എന്തുകൊണ്ടാണ് എന്നെ കാണാതിരുന്നത്? അവനെങ്ങാനും എന്നെ കാണുകയായിരുന്നെങ്കിൽ ഒരിക്കലും നീയുമായിട്ട് അവൻ സെറ്റ് ആവുകയില്ലായിരുന്നു. എന്തായാലും നീ എന്തൊരു മണ്ടത്തരമാണ് ഈ കാണിച്ചു വെച്ചിട്ടുള്ളതെന്നൊക്കെയാണ് അച്ഛനും ചോദിക്കുന്നത്. അതായത് കക്ഷി ഹോയങ്ങാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ മൊത്തത്തിൽ പ്ലേറ്റ് മാറ്റിയിരിക്കുന്നു. അമ്മയും പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഹോഞ്ചുനെ കണ്ടിട്ടുണ്ടായിരുന്നുവെന്നും രണ്ടുപേരും കൂടി യുഎസിലേക്കൊക്കെ വരണമെന്നും പറഞ്ഞിട്ടാണ് പോകുന്നതും. അത് കേട്ട ഉടനെ തന്നെ ഹോയങ്ങും ഹോജുനോട് സംസാരിക്കുവാനായിട്ട് വീട്ടിലേക്കൊക്കെ ചെല്ലുന്നുണ്ട്. പക്ഷെ അവിടെ അവൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവളെ അന്വേഷിച്ച് പലയിടത്തൂടെയും അവൻ പോകുന്നു.
ഹോൻജും ഇപ്പോൾ വീട്ടിലേക്കൊക്കെ മടങ്ങിയെത്തിയിരിക്കുന്നു. ഹോയിങ് കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൾ ഫോണൊന്നും എടുക്കുന്നില്ല. അങ്ങനെയിരിക്കെ അവളുടെ റൂമിന്റെ ലൈറ്റൊക്കെ ഓഫ് ആകുമ്പോഴത്തേക്കും അവളും അതൊക്കെ ഓൺ ആക്കുന്നു. പക്ഷെ പിന്നീട് ലൈറ്റ് ഓഫ് ആകുമ്പോഴത്തേക്കും അവൾ വീണ്ടും അത് ഓണാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഈ സമയത്ത് വീട്ടിൽ നിന്നും ലൈറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഹോയിങ്ങും നേരെ ഓടി ഹോൻജുന്റെ മുറിയുടെ മുമ്പിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഇതുപോലെ ലൈറ്റ് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്നതൊക്കെ അവനും ശ്രദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവനും അവളോട് സംസാരിക്കാനായിട്ടൊന്നും നിൽക്കുന്നില്ല. ക്യുങ്ടേക്കിന് ക്ലാസ്സൊന്നും ഇല്ല എന്നറിഞ്ഞിട്ട് ഹൈജി നമുക്ക് ഒന്നിച്ച് ഡിന്നറിന് പോയാലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ക്യുങ്ടേക്കിന് മെസ്സേജ് ഒക്കെ അയക്കുകയാണ്. പക്ഷെ അവനും റിപ്ലൈ ഒന്നും തരാതെയൊക്കെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ടീച്ചേഴ്സ് എല്ലാവരും കൂടി നടന്നു വരുന്നതൊക്കെ ഹൈജിയും കാണുന്നുണ്ട്. അതായത് ഹൈജിയും ക്യുങ്ടേക്കും ഡേറ്റിംഗിലായിട്ട് പോലും ആരോടും ഈ ഒരു കാര്യമൊക്കെ പറയാത്തത് കൊണ്ട് തന്നെ ഹൈജി ആകെ മൂഡ് ഓഫിലാണ്. മാത്രമല്ല എപ്പോഴും ഇതുപോലെ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് അവൾ തന്നെ മടുത്തിരിക്കുന്നു. അങ്ങനെ അവളും ദേഷ്യമൊക്കെ വന്നിട്ട് തിരിച്ച് ക്ലാസ്സിന്റെ അകത്തേക്കൊക്കെ പോകാനായിട്ട് നോക്കുമ്പോഴത്തേക്കും അവൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഷൂസിന്റെ ഹീൽസ് ഒക്കെ അവിടെ ഒരിടത്ത് കുടുങ്ങിയൊക്കെ പോകുന്നുണ്ട്. അവളും അത് എടുക്കുവാനായിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു ടീച്ചേഴ്സ് എല്ലാവരും കൂടി അങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന അച്ഛനാകട്ടെ ഹൈജിയുടെ അടുത്ത് ദേഷ്യപ്പെടുന്നു. അതായത് സ്കൂളിൽ ഇങ്ങനത്തെ ചെരുപ്പൊന്നും ഇട്ടുകൊണ്ട് വരുവാനായിട്ട് പാടില്ല എന്നൊക്കെ നിനക്ക് അറിയിക്കുകയില്ല എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു അച്ഛനും സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ മൊത്തത്തിൽ നാണം കെട്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്ന ഹൈജിയുടെ അടുത്തേക്കൊക്കെ എത്തിയതിനു ശേഷം ക്യുങ്ടേക്കും ആ ഒരു ചെരുപ്പൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് അവളെ സഹായിക്കുകയാണ്. മാത്രമല്ല എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവൾക്ക് ചെരുപ്പ് ഇടിയിച്ചും കൊടുക്കുന്നു. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും മൊത്തത്തിൽ എല്ലാവരും സർപ്രൈസ്ഡ് ഒക്കെ ആയിട്ട് നിൽക്കുന്നു. ഈ ഒരു സമയത്താകട്ടെ എനിക്ക് ഹൈജിനെ ഒരുപാട് ഇഷ്ടമാണ്. ഞാനും അവളെ വിവാഹം കഴിച്ചോട്ടെ അച്ഛാ എന്നൊക്കെ നേരെ നമ്മുടെ അച്ഛന്റെ അടുത്തേക്കൊക്കെ ക്യുങ്ടേക്കും ചോദിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. അച്ഛന് പിന്നെ നേരത്തെ തന്നെ ക്യുങ്ടേക്കിനെ മരുമകനാക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം കേൾക്കുമ്പോൾ തന്നെ അച്ഛൻ സമ്മതിച്ചു കൊടുക്കുന്നു. അച്ഛന്റെ സമ്മതവും കിട്ടി. സ്കൂളിലുള്ള എല്ലാവരും തന്നെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയിക്കുകയും ചെയ്തു. ഈ ഒരു സന്തോഷത്തിൽ ക്യുങ്ടേക്കും നേരെ ഹൈജിനെ എടുത്തുകൊണ്ടൊക്കെ പോകുന്നു. ഇനി സാങ്പിളിന്റെ കടയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും അങ്കിളും കടയിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. എത്തിയ ഉടനെ തന്നെ നമ്മുടെ ബോസ് കടയിൽ ഇരിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും സാങ്പിളിന്റെ അടുത്ത് ഞാനും അവിടെയുള്ള സീറ്റിൽ പോയി ഇരുന്നോട്ടെ എന്നൊക്കെ അങ്കിളും ആക്ഷനൊക്കെ കാണിക്കുന്നു. കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന സാങ്പിളും കാലിയായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്ന കുറച്ച് കസേരയുടെ മുകളിലായിട്ടൊക്കെ ഇത് റിസർവ്ഡ് ആണെന്ന് പറഞ്ഞ് എഴുതി വെച്ച ബോർഡൊക്കെ വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ ആകെ ഇരിക്കുവാൻ പറ്റുന്നത് ബോസിന്റെ കൂടെയാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ടേബിളും കാണിച്ചു കൊടുക്കുകയാണ് സാങ്പിൾ. എന്തായാലും അങ്കിൾ വന്ന് ഇരുന്ന ഉടനെ തന്നെ ബോസും എണീറ്റ് പോകാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അങ്കിൾ ആകട്ടെ ഫുഡൊന്നും കഴിക്കാതെ നീ പോകരുത്, ഇന്നത്തെ ഒരു ദിവസം എനിക്കൊരു കമ്പനിയൊക്കെ നൽകാമോ എന്നൊക്കെ അങ്കിളും ബോസിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ബോസും തിരികെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നു. നമ്മൾ ഒന്നിച്ച് ഫുഡൊക്കെ കഴിക്കുന്ന സ്ഥിതിക്ക് ഒന്നിച്ച് കുറച്ച് ഡ്രിങ്ക്സ് കൂടി കുടിച്ചാലോ എന്നൊക്കെ അങ്കിളും ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ബോസ് കുറച്ച് ദേഷ്യപ്പെട്ടൊക്കെ ആയിരുന്നു അങ്കിളിനെ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് എന്നാൽ പിന്നെ കുടിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഓർഡർ ചെയ്യുകയാണ് ബോസ്. അങ്കിൾ എപ്പോഴും അങ്കിളുടെ ഫസ്റ്റ് ലവ് ആയിരുന്നു ബോസ് എന്നൊക്കെ പറയുമായിരുന്നല്ലോ. അത് കള്ളമല്ല, റിയൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോഴാകട്ടെ അവർ ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യമൊക്കെ ബോസും തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ അവർ ഡേറ്റ് ചെയ്തതിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഇവിടെയുള്ള എല്ലാവരും തന്നെ ഡേറ്റ് ചെയ്യിക്കുകയാണല്ലോ. ഞാൻ മാത്രമാണല്ലോ ഇതുപോലെ സിംഗിൾ ആയിട്ട് നടക്കുന്നതെന്നൊക്കെ സാങ്പിലും ഓർക്കുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.